ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ഡൽഹി പ്രൊട്ടസ്റ്റിന് വന്ന ആളുകളെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് RSSന്റെ BJPയുടെ വിഷം കൊണ്ട് നടക്കുന്ന വർഗീയവാദികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ്. ഇവരാണ് ശരിക്കും വർഗീയവാദികൾ എന്ന് വെച്ചാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നിച്ച് അപമാനിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളെ, മൊത്തമായി സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ബലാത്സംഗം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണത്രേ. എന്ത് പരമ ചെറ്റത്തരമാണ് ഇയാൾ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു നാറി ഈ ഭൂമിയിലില്ല. അതായത് BJP വളർത്തുന്ന, BJPയുടെ അജണ്ടയിൽ ജീവിക്കുന്ന ഇത്രയും വൃത്തികെട്ട ചില നാറികളുടെ പരാമർശമാണ്. സ്ത്രീകൾ മൊത്തത്തിൽ ഒന്നടങ്കം സ്ത്രീകൾ റേപ്പിന്, ബലാത്സംഗത്തിന് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെന്ന്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് കേരളത്തിലുള്ളവര് മതനിരപേക്ഷത, വർഗീയ ചിന്തകളില്ലാതെ ഒത്തൊരുമയായി പോകുന്ന, ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന, അതുമാതിരി ഒത്തൊരുമയായി പോകുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് അത്ര ബലാത്സംഗത്തിന് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പിന്നീടുണ്ടായ ഈ ബലാത്സംഗത്തിലോ അതിലുള്ളൊരു മരണം സംഭവിച്ചാൽ ആ മരണത്തെ അവരങ്ങ് രക്തസാക്ഷിയായി മാറ്റും അത്രേ. എന്തൊരു ചെറ്റത്തരം അയാൾ വന്ന് പറയുന്നത്. അതിനെ രക്തസാക്ഷി സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ച് അവരെ രക്തസാക്ഷികളാക്കി മാറ്റുന്നാ പറയുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുകയും ബലാത്സംഗം നടക്കുകയും ചെയ്യുമെങ്കിൽ ഇവരുടെ കുടുംബക്കാർ മുഴുവൻ, ഇവന്റെ പാരമ്പര്യത്തിൽ തുടങ്ങി, ഇവരുടെ കുടുംബത്തിൽ തുടങ്ങി, അവരുടെ താഴ്വേരിൽ തുടങ്ങി എല്ലാവരെയും ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ വന്നാൽ ഇവനൊക്കെ ഏത് ജന്മത്തിലുണ്ടായതാണ്? ഇവനൊക്കെ ഏത് വർഗത്തിലുണ്ടായതാണ്? ഇവൻ ആരാണ് അവനെ ഉത്ഭവിച്ചിരിക്കുന്നത്? ഇവന്റെ ജന്മം ഏതാണെന്ന്, ഇവന്റെ പിതൃത്വം എന്താണെന്ന് പോലും അറിയാതെ പോകുമല്ലോ. അത്തരത്തിലുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തുന്നത് ഈ നാടിന് തന്നെ, ഇന്ത്യക്ക് തന്നെ, അല്ലെങ്കിൽ കേരളത്തിന് തന്നെ അപമാനപരമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. എന്തൊരു മനുഷ്യനാണ് അയാൾ. ബലാത്സംഗ പരാതിയുള്ള, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കി ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് എത്ര സിമ്പിളായിട്ടും കൂളായിട്ടും വന്നിട്ടാണ് ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീകളെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ബലാത്സംഗത്തിന് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ്, ബലാത്സംഗം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന നാറുകളെയൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ചിരിക്കാനേ പാടില്ല. ഇത്തരത്തിൽ വൃത്തികെട്ട വീഡിയോകൾ ചെയ്തിട്ട് പോലും ഇവരെയൊക്കെ ഒന്ന് വിമർശിക്കാനോ ഒന്ന് പ്രതികരിക്കാനോ എന്തിനും ഒരു നിയമ സംവിധാനം പോലും ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ലല്ലോ. എന്താണ്? അപ്പൊ BJPക്ക് എന്തും പറയാം, ആരെന്തും പറയാം. ഇത് നോർത്ത് ഇന്ത്യ അല്ല, ഇത് കേരളമാണ്. ഈ പറഞ്ഞ അവസ്ഥയ്ക്ക് വല്ല ബീഹാറിലോ ഒറീസയിലോ നോർത്ത് ഇന്ത്യയിലേക്കാണ് നിങ്ങളുടെ ആളുകൾ ഒരുപാട് പേര് ഇത്തരത്തിൽ പെൺകുട്ടികളെ വശീകരിച്ച് നിങ്ങളുടെ ശാഖകളിലും നിങ്ങളുടെ കേന്ദ്രങ്ങളിലും BJPയുടെ ആളുകൾ പീഡിപ്പിച്ചും അവരെ വളർത്തിക്കൊണ്ടുവന്നും ഇന്ന് ഇന്ന് പല മന്ത്രിപദങ്ങളും നോർത്ത് ഇന്ത്യയിൽ അലങ്കരിച്ചിട്ടുള്ള പല ആളുകളും പീഡനത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ആളും പീഡനം ചെയ്തിട്ടുള്ള ആളുകളുമാണ്. കൊലപാതകങ്ങളും പീഡനങ്ങളും ഒട്ടേറെ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. എന്റെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ഇത്തരത്തിലുള്ള എന്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ഷെയർ ചെയ്യുകയും വേണം. കാരണം സ്ത്രീകളെയാണ് ഇവനെ പോലുള്ളവർ അപമാനിച്ചിരിക്കുന്നത്. ഇത് സ്ത്രീകൾ തിരിച്ചറിയണം. സ്ത്രീകൾ തിരിച്ചറിയാൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഒരു വർഗീയ ശക്തികളെയും ഈ കേരളത്തിന് മണ്ണിൽ വെച്ചു കൊടുപ്പിക്കാൻ പാടില്ല. അതായത് ഇത്തരത്തിലുള്ള വർഗീയത നടത്തുന്ന ആളുകളെയൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇവരൊന്നും വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പാടില്ല. ഇത് ഇനി വരും തലമുറകൾ അല്ലെങ്കിൽ വരും ആളുകൾ ഇവർക്ക് വോട്ടല്ല, ഇവരെ നാട്ടിൽ നിർത്താനേ പാടില്ല. സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുക ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. എന്നിട്ട് അവസാനം ഒരു വാക്കിനിടയ്ക്ക് ഡിങ്കിടി ഡിങ്കിടി ഡിങ്കിടി, അതായത് കൊണ്ടന്മാരും കുണ്ടികളും മറ്റുള്ളവരും ഈ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ്. ഡിങ്കിടി ഡിങ്കിടി ഡിങ്കി. എത്ര ചെറ്റയാണ് ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് പ്രതികരിക്കാൻ പോലും ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. ഒരാൾ പോലും ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇവൻ ആരാണ്? ഇവനെയൊക്കെ നിങ്ങൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഈ നാട്ടിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെയും ഇതേപോലുള്ളവരെ പിന്താങ്ങുകയോ ചെയ്യാൻ പറ്റില്ല. ഇവനൊക്കെ RSSന്റെയും BJPന്റെയും ചെരുപ്പ് നക്കിയവൻ. ജനങ്ങൾ തിരിച്ചറിയണം. ഇത്തരം ഇമാതിരിയുള്ള തേർഡ് റേറ്റുകളെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്.